ശ്രീ ഷാഫി ചാലിയം കൂടി ഇപ്പോൾ ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ ഷാഫി ചാലിയം, താങ്കൾ ആ ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. യെസ്, ആ ദൃശ്യം ആദ്യം, ആ ഒരു ഓഡിയോ അടക്കമുള്ള കാര്യങ്ങൾ താങ്കൾക്ക് ആദ്യം ഒന്ന് കേൾക്കാം, എന്നിട്ട് അതിന്റെ ഒരു പ്രതികരണത്തിലേക്ക് പോകാം. ജാതിക്കും മതത്തിനും അപ്പുറത്താണ് മതസാഹോദര്യത്തെ ഊട്ടി വളർത്തേണ്ടവരാണ്. LDF മതരാഷ്ട്രീയത്തിന്റെ പക്ഷത്തല്ല, മനുഷ്യപക്ഷത്താണ്. പേരാമ്പ്രയുടെ മണ്ണ് മനുഷ്യപക്ഷത്താണ് എന്ന് തെളിയിക്കാൻ നിങ്ങളുടെ വോട്ടുകൾ ഇടതുപക്ഷത്തിന് രേഖപ്പെടുത്തുക. ാക്കി മുസ്ലിം ലീഗ് നടത്തുന്ന സ്വകാര്യ പ്രചാരണം കൗമുദി കുട്ടിക്ക് എന്നാണ്. അത് മത ഏകീകരണത്തിന്റെ ചിഹ്നം വിളിയാണ് മുസ്ലിം ലീഗ് നടത്തുന്നത്. പേരാമ്പ്രയുടെ മണ്ണിൽ ഒരു സഹോദരിയെ സ്ഥാനാർത്ഥിയാക്കി മുസ്ലിം ലീഗ്. ഷാഫി ചാലിയം തുടരുന്നുണ്ട്. ശ്രീ ഷാഫി ചാലിയം, താങ്കൾ കേട്ടു എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇത്തരത്തിലൊരു പ്രചാരണമാണ് ആവള ഭാഗത്തടക്കം ഇപ്പോൾ LDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ലീഗ് മതം പറഞ്ഞ് തെഹ്ലീക്കായി വോട്ട് തേടുന്നു എന്നൊരു ആരോപണം, അതിന്റെ പേരിൽ ഒരു അനൗൺസ്മെന്റ് തന്നെ നടത്തുകയാണ്. ഇത് CPM തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ CPM ഇത്തരത്തിൽ ഉള്ള അങ്ങേയറ്റം വൃത്തികെട്ട ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സമീപകാലത്ത് പതിവായിരിക്കുക. ഇപ്പം വടകരയിലെ കാഫിർ ഷെഹത്ത് നമ്മൾ കണ്ടല്ലോ, അവസാനം എവിടെ എത്തി? ഒരു DYFI നേതാവിൽ ചെന്ന് എത്തി നിൽക്കുകയാണ് പോലീസ്. അതുപോലെ ഇല്ലാത്തത് ഓരോന്ന് കടച്ചുവിടുകയാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ഫാത്തിമ തഹലിയ ഒരു 20,000-ൽ കുറയാത്ത വോട്ടിന് ജയിച്ചു എന്ന് തന്നെ നിങ്ങൾ അവിടെ എഴുതി വെച്ചു. കാരണം അതിന്റെ ബേജാറാണ് ഇത്തരത്തിലുള്ള ഈ അപനിർമ്മിതികൾ. ശ്രീ ഷാഫി ചാലിയം, ഒരു വോട്ടിനും ഒരു തെരഞ്ഞെടുപ്പിനും അപ്പുറത്ത് ഇത്തരം പ്രചരണങ്ങൾ, സാമുദായികമായി ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ, അതിനെ കൂടെ നമ്മൾ ഇവിടെ കാണേണ്ടതല്ലേ? അങ്ങനെയാണെങ്കിൽ, അവർ പറയുന്ന ആരോപണം തെറ്റാണെങ്കിൽ. CPM എന്ന പാർട്ടി മൊത്തം ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ലിക്വിഡേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന്റെ ലക്ഷണങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഇങ്ങനെ ആരാണ് ഇവർക്ക് ഈ ഉപദേശം പറഞ്ഞു കൊടുക്കുന്നത്? ഈ കാഫിർ ഉണ്ടാക്കാൻ ആരോ ഉപദേശിച്ചത് പോലെ ഏതെങ്കിലും ഒരു മദ്രസ പോയ ഒരു പയ്യനോട് എനിക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം എന്താ കാഫിർ എന്ന വാക്കിന്റെ നിർവചനം. കാഫിർ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളല്ലാത്തവരെ വിശേഷിപ്പിക്കാനുള്ള പേരല്ല. ഇസ്ലാമായി ജനിക്കുകയും എന്നാൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ സ്വീകരിക്കാതെ ജീവിക്കുകയും ചെയ്യുന്നവരാണ് കാഫിർ. ഇതുപോലും ഈ ഇവന്മാർക്ക് അറിയില്ല. ഇവരെ വിചാരം മുസ്ലിങ്ങളല്ലാത്തവരെ മൊത്തം കാഫിർ എന്നാണ് ഇവരുടെ വിചാരം. ഇവർക്ക് മത അറിവില്ല എന്നാ ഏതെങ്കിലും മദ്രസ പോയ ഒരുത്തനോട് ഇത് ചോദിക്കുക, അതുപോലെ ചോദിക്കാതെയാണ് ഇവരിത് കാട്ടിക്കൂട്ടുന്നത്. അതേമാതിരി ഫാത്തിമ തഹലിന്റെ പേരിനോടൊപ്പം ആർക്കാണ് ഈ മതം കൂട്ടിവെക്കാൻ തോന്നുന്നത്? അതൊരു സമൂഹത്തിന്റെ ത്രസിപ്പിക്കുന്ന യുവത്വത്തിന്റെ ഒരു പ്രതീകമാണ്. ജാതിയും മതം രാഷ്ട്രീയവും നോക്കാതെ ഒരു വലിയൊരു സമൂഹമാണ് ഫാത്തിമ അവിടെ സ്വീകരിച്ചത്. ഈ കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ഫാത്തിമയ്ക്ക് കിട്ടിയമാതിരിയുള്ള ഇത്ര ഒരു അമാസിംഗ് ആയ ഒരു ലാൻഡിങ് വേറെ ഏത് സ്ഥാനാർത്ഥിക്ക് കിട്ടിയത്? എന്താ അതിന് കാരണം? പേരാമ്പ്രയിലൊന്ന് പോയി നോക്കി നിങ്ങള്. പേരാമ്പ്രയിൽ ഫാത്തിമ എന്ന വ്യക്തി, ആ വ്യക്തിയെ എന്താണെന്നുള്ളത്, ഫാത്തിമയുടെ പ്രൊഫൈൽ എന്താണെന്നുള്ളത് ആപാലവൃദ്ധ ജനങ്ങളും പഠിച്ചു. അവർക്ക് വേണ്ടത് അങ്ങനത്തെ ഒരാളെയാണ് പേരാമ്പ്രക്ക് ആവശ്യം. തീർച്ചയായിട്ടും പേരാമ്പ്രയിലെ ഇത്രയും കാലം പേരാമ്പ്ര പ്രതികരിച്ചവർ പേരാമ്പ്രയിൽ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളെല്ലാം ഫാത്തിമ ഓരോന്നായി കണ്ടെത്തുകയാണ്. അവരുടെ ന്യൂനതകള് അവിടെ ഇപ്പൊ ഒരു എസ്റ്റേറ്റ് തൊഴിലാളികളുടെ ഒരു കഥ ഫാത്തിമ പുറത്തേക്ക് കൊണ്ടുവന്നു. ശ്രീ ഷാഫി ചാലിയം, ഇപ്പോൾ ഇത്തരത്തിലൊരു ഇങ്ങനെ ഒരു പ്രചാരണം നടക്കുന്ന സ്ഥിതിക്ക് UDF തെരഞ്ഞെടുപ്പ് കമ്മീഷനടക്കം പരാതി നൽകുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ ഒരു പ്രചാരണത്തെ ഏത് രീതിയിലാണ് UDF നേരിടുക അവിടെ? ഏതായാലും ഞാനിന്ന് പേരാമ്പ്രയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെത്തും. UDF നേതാക്കന്മാരോ കൊടുത്ത പരാതി എന്താണ്, അതിന് മേലോട്ട് എന്തൊക്കെ ചെയ്യേണ്ടതുണ്ടോ നേതൃത്വവുമായും അവിടെയുള്ള ആളുകളുമായും സ്ഥാനാർത്ഥിയുമായും ഒക്കെ ആലോചിച്ച് അടുത്ത നടപടിയിലേക്ക് ശരി, വളരെയധികം നന്ദി. പേരാമ്പ്രയിലേക്ക് പോകുന്നുണ്ട്.